ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരങ്ങളിൽ കണക്കാക്കപ്പെടുന്നതും പിന്നെ അതുകൂടാതെ തന്നെ 250 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ആൽമരത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് ആൽമരത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. ആൽമരത്തിൻ്റെ ചോട്ട് കൂടെ പോകാം, കാണിച്ചു തരാൻ എങ്ങനെയുണ്ട്. മൊത്തമായിട്ട് വേരുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ താഴത്തെ കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, ഇടവഴിയൊക്കെ കാണിക്കാം. ഇതാണ് വഴി കേട്ടോ, നമ്മൾ പോകുന്നത്. കണ്ട, കറക്റ്റായിട്ട് മൊത്തം ആൽമരം നിറഞ്ഞ് കിടക്കുകയാണ്. ഒരു നമ്മുടെ വീടിൻ്റെ ഒരു കട്ടില പോലെ. അടിപൊളിയായിട്ട് ഒറ്റൊന്നില്ല സംഭവം, ഒറ്റൊന്നില്ല, അടിപൊളിയാണ്. പ്രകൃതിയിലൊക്കെ ഓരോ എന്താ പറയുക അത്ഭുതങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പൊ ജസ്റ്റ് ഈ ആൽമരാണ് നമ്മൾ അവിടെ കൂടിയാണ് വന്നത്. നമ്മൾ പതുക്കെ ആൽമരത്തിന്റെ ചോട്ടിലുള്ള വഴിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ശരിക്കും നമ്മൾ ഗ്രേറ്റ് ബനിയൻ ട്രീയുടെ അടുത്തേക്ക് എത്തിയത്. ശരിക്കും കണ്ടപ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നി. അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിലേറെ. കാരണം ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ ആൽമരമായിട്ട് കണക്കാക്കപ്പെടുന്ന ദ ഗ്രേറ്റ് ബനിയൻ ട്രീയുടെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 250 വർഷത്തിലധികം പഴക്കമുള്ള ഈ കൂറ്റൻ ആൽമരം നമ്മുടെ കൊൽക്കത്തയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാട്ടം, എന്തായാലും ഒരു 5 കിലോമീറ്റർ വിസ്തൃതിയെങ്കിലും ഉണ്ടാവും. പിന്നെ ആദ്യം നമ്മളിത് കാണുമ്പോൾ, ഈ ആൽമരം കാണുമ്പോൾ നമ്മൾ വിചാരിക്കൊരു കാടാണ്, ഒരു കുറ്റിക്കാടോ അല്ലെങ്കിൽ വലിയൊരു കാട് പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് പറയുമ്പോൾ ആയിരക്കണക്കിന് വായുസഞ്ചാര വേരുകൾ കൊണ്ടൊരു വനം പോലെ നമുക്ക് തോന്നുന്നു എന്നേ ഉള്ളൂ. ഒറ്റ മരമാണ്, അതും 1800 മുമ്പ് മുളച്ചത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ ആൽമരം മൊത്തമായിട്ട് വേലി കെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ ടൂറിസ്റ്റും പിന്നെ അവിടുത്തെ ആളുകളും എല്ലാവരും കയറി വന്ന് വല്ല കേടുപാട് വരാതിരിക്കാനായിരിക്കാം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ വെച്ചത് എന്തായാലും നന്നായി, കാരണം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം കുറേ ഞാൻ സഞ്ചരിച്ചു, കാരണം കുറേ ഞാൻ ഗൂഗിളിൽ നോക്കി, അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒന്ന് പ്രതീക്ഷിച്ചു പോയി ഉള്ളിലൊന്ന് കയറി നോക്കിയാലോ എന്ന്. കാരണം ഈ ചൂടത്ത് അവിടെ നല്ല തണലാണ്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്കൊന്നും സാധിക്കുമൊന്നുമില്ല ഉള്ളിൽ കയറാൻ. ടിക്കറ്റ് ഇവിടെ കയറുന്നതിന് 30 രൂപയാണ് പെർ ഹെഡ് അഡൽറ്റിന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വരിക കൊൽക്കത്തയിലേക്ക്, ഗ്രേറ്റ് ബനിയൻ ട്രീ ഒന്ന് കാണുക. നമ്മുടെ സ്വന്തം ഇന്ത്യയിലല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.